സ്കാൽപ്പിന്റെ ലെയർ അല്ലാത്തത്. അത് ഓർക്കാൻ വേണ്ടിയുള്ള ന്യൂമോണിക്സും പറഞ്ഞു തന്നു. ഓക്കെ ആണല്ലോ? അടുത്ത സ്ലൈഡിലേക്ക് പോകാമല്ലോ? ഓക്കെ. ഇനി അടുത്ത കാര്യമാണ് ICP ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഈ ICP എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എങ്ങനെ കുട്ടികളെ കൺഫ്യൂഷൻ ആക്കാം, എങ്ങനെ അവരെ ട്രാപ്പ് ചെയ്യാം എന്നുള്ള ലക്ഷ്യത്തിലാണ് കൊണ്ടുവരുന്നത്. നമ്മൾ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതിനകത്ത് ഡിസ്ട്രാക്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോയിട്ട് നമ്മൾ ആ രീതിയിൽ അങ്ങ് ആൻസർ ചെയ്യും. ഡിസ്ട്രാക്റ്റേഴ്സ് വളരെ കൂടുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. പിടിയിട്ടില്ല. അപ്പോ ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ICP എത്രയാണ് നോർമൽ? ഇൻട്രാക്രേനിയൽ പ്രഷർ എത്രയാണ് നോർമൽ? ഇൻട്രാക്രേനിയൽ പ്രഷർ എത്രയാണ് നോർമൽ എന്ന് ചോദിക്കുമ്പോൾ അത് 5 to 15 millimeter HG ആണ്. ഈ ഇൻട്രാക്രേനിയൽ പ്രഷർ ഇത്രയാണെന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് കിട്ടിയ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലംബാർ പങ്ക്ചർ ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഊസ് ചെയ്തു വരുന്ന ആ CSFന്റെ പ്രഷർ പരിശോധിച്ചാണ് ഇത്രമാത്രം ICP ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ പ്രഷർ കൂടി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻക്രീസ്ഡ് ICP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം അതൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ്. ഞാനിവിടെ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചില സമയത്ത് ഈ മില്ലിമീറ്റർ HG എന്ന് പറയുന്ന സംഭവം കുറെ കാലം മുമ്പ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, നോർമൽ BP എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോർമൽ BP എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷം. പക്ഷെ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ പ്രശ്നം അവിടെ തിരിച്ചറിഞ്ഞു. എന്താ പ്രശ്നം എന്ന് മനസ്സിലായോ? നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള മില്ലിമീറ്റർ HGയിലല്ല വാല്യൂ അവിടെ നിൽക്കുന്നത്, എല്ലാം സെന്റിമീറ്റർ ഓഫ് വാട്ടറിലാണ് കൊടുത്തിരിക്കുന്നത്. പിടിയോ? BP ചോദിച്ചേക്കുന്നത് സെന്റിമീറ്റർ ഓഫ് വാട്ടറിലാണ് ചോദിച്ചേക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടൊരെണ്ണം 120/8 സെന്റിമീറ്റർ ഓഫ് വാട്ടർ. കണ്ണു അടച്ച് ആരും മില്ലിമീറ്റർ ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു ഡിസ്ട്രാക്ഷനകത്ത് നമ്മൾ കുടുങ്ങി പെട്ടെന്ന് തന്നെ നമ്മൾ ആൻസറിലേക്ക് പോകും. തെറ്റാണ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മില്ലിമീറ്റർ HGയെ നമുക്ക് സെന്റിമീറ്റർ ഓഫ് വാട്ടർ ആയിട്ട് എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് അറിയണം. അപ്പൊ അത് ഏതൊരു വാല്യൂ ആയിക്കോട്ടെ, അതിനെ 1.35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1.36 ആണ് കറക്റ്റ് വാല്യൂ. 35 കൊണ്ട് ചെയ്യാം. 1.36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തായിട്ട് മാറ്റാൻ കഴിയും? സെന്റിമീറ്റർ ഓഫ് വാട്ടർ ആയിട്ട് മാറ്റാൻ പറ്റും. പിടിയില്ലയോ? അപ്പൊ ഈ സെന്റിമീറ്റർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഈ 5ന്റെയും 15ന്റെയും ഇടയിലുള്ള വാല്യൂ 10 ആയിട്ട് എടുക്കാം എന്ന് കരുതുക. അപ്പൊ 10 millimeter HG ആണ് ICP എങ്കിൽ അത് സെന്റിമീറ്റർ ഓഫ് വാട്ടറിൽ പറയുകയാണെങ്കിൽ 13.6 സെന്റിമീറ്റർ ഓഫ് വാട്ടർ എന്ന് പറയേണ്ടി വരും. ഇതിനകത്ത് കാൽക്കുലേഷനകത്ത് എന്തെങ്കിലും പാടുണ്ടോ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞ കൂട്ട് അതിനെ 1.36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറി? സെന്റിമീറ്റർ ഓഫ് വാട്ടർ. അവിടെയും വിഷമം തീരുന്നില്ല. ചില സമയത്ത് സെന്റിമീറ്റർ ഓഫ് വാട്ടറിലായിരിക്കത്തില്ല ആൻസർ കിടക്കുന്നത്, അത് മില്ലിമീറ്റർ ഓഫ് വാട്ടറിലായിരിക്കും കിടക്കുന്നത്. സെന്റിമീറ്റർ ഓഫ് വാട്ടറിനെ അല്ലെ സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കി മാറ്റാൻ കൂടി നിങ്ങൾ പഠിക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ എത്ര മില്ലിമീറ്ററാ? 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ കുട്ടികളുണ്ടാവുമല്ലോ എല്ലാവർക്കും. ഫൈൻ. 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ആ സ്കെയിൽ എടുത്ത് വെച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് ചെറിയ 10 ലൈനുകൾ കാണും. അതിലെ ഓരോ ലൈനുകളെയും നമ്മൾ മില്ലിമീറ്റർ എന്നാണ് പറയുന്നത്. 10 മില്ലിമീറ്ററുകൾ ചേർന്നാണ് 1 സെന്റിമീറ്റർ. അപ്പൊ സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കി മാറ്റാൻ വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ 10 millimeter HG ആണെന്ന് കരുതുക. അതിനെ സെന്റിമീറ്റർ ഓഫ് വാട്ടറിലേക്ക് മാറ്റിയ 13.6 സെന്റിമീറ്റർ ഓഫ് വാട്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനെ മില്ലിമീറ്റർ ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയൂ. ഇത് ഞാനിപ്പോ ഇവിടെ ICPയുടെ കേസിലാണ് സംസാരിക്കുന്നത്. ഇത് നാളെ BP കേസിൽ ചോദിക്കാം. വാട്ട് എവർ വാല്യൂസ് ഇൻ millimeter of HG can be converted into centimeter of water or millimeter of water. എങ്ങനെ വേണമെങ്കിലും അത് കൺവേർട്ട് ചെയ്യാം. പിന്നെ പരീക്ഷയ്ക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. പിടിയില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. 13.6 സെന്റിമീറ്റർ ഓഫ് വാട്ടർ എന്ന് കിട്ടിയതിനെ നമ്മൾ മില്ലിമീറ്റർ ഓഫ് വാട്ടറിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് 10.
ദെൻ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്ന ഏകദേശം 136 അല്ലെ, 136 മില്ലിമീറ്റർ ഓഫ് വാട്ടർ ആണ് ICP. ഏകദേശം ആവറേജ് നോർമൽ എത്ര ആണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പിടിയോ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ആ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടേക്കുക, ബുക്കിൽ നോട്ട് ചെയ്തിട്ടേക്കുക. ഇനി വേറെ എന്ത് കിട്ടിയാലും അങ്ങനെ അങ്ങ് ചെയ്യുക. ഇനി എല്ലാ എക്സാമ്പിളും ഞാൻ ഇവിടെ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ അല്ല. നമുക്ക് ഇത്തിരി മുന്നോട്ട് പോകണം. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് നോർമൽ വോളിയമാണ്. അപ്പം ഇവിടെ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ പോകാം എന്നുള്ളതാണ്. അപ്പൊ നോർമൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 തൊട്ട് 150 ml വരെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു വാല്യൂ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വാല്യൂവിനകത്ത് ഒരു ഇഷ്ടപ്പെട്ട വാല്യൂ ഉണ്ടെങ്കിൽ അതങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇപ്പൊ ഈ 125ഉം 150യും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആവറേജ് 150 എന്നെങ്കിലും ഓർത്ത് വെക്കാൻ കഴിയണം. മനസ്സിലായല്ലേ? 150 എങ്കിലും ഓർക്കാൻ കഴിയണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റ് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ 6 തൊട്ട് 8 മണിക്കൂറിലും നമ്മുടെ ഷിഫ്റ്റ് പോലെ മൊത്തം CSFും റീപ്ലേസ് ചെയ്ത് പുതിയത് വരും. നമ്മുടെ 8 മണിക്കൂർ ഷിഫ്റ്റ് പോലെ മൊത്തം CSFും പോയിട്ട് പുതിയത് വരും. ഓരോ 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ നമ്മളങ്ങ് 8 മണിക്കൂർ കൂട്ടിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 150 ml പോയിട്ട് പുതിയ 150 ml CSF വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. CSF പ്രൊഡക്ഷൻ ഓവർ 24 അവർ അല്ലെങ്കിൽ 24 മണിക്കൂറിൽ ഒരാളുടെ ആവറേജ് CSF പ്രൊഡക്ഷൻ എത്രയായിരിക്കും? കഥ ഞാൻ പറഞ്ഞു തന്നു. 150 ml ആണ് 6 മണിക്കൂർ അല്ലെ 8 മണിക്കൂറിലുള്ളത്. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഒരു വൈഡ് വാല്യൂയിലേക്ക് പോകണ്ട. 150 ml എന്നുള്ളത് 8 മണിക്കൂറിലാണെന്ന് കണക്ക് കൂട്ടുക. 150 ml 8 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ 3 തവണ ഇത് റീപ്ലേസ് ചെയ്യപ്പെടുമെന്നാണല്ലോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഓവർ 24 അവർ. അപ്പൊ 150 × 3 നോക്കിയാൽ പോരെ? അപ്പൊ എത്ര കിട്ടും? ഏകദേശം 450 അല്ലെ 500 ml. ആ ഒരു വാല്യൂ ഓപ്ഷനകത്ത് കാണും. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിടിയില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു ആംഗിൾ. ദെൻ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത് വേറൊരു ആംഗിൾ. കാര്യം പിടിയിട്ടോ? ഓക്കെ. ഇനി അടുത്ത കേസ് നമുക്ക് ബൈഹാർട്ട് ചെയ്ത് വെച്ചേ മതിയാവും.